എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം തീ പടർത്തുന്ന പോലെ തന്നെയാണ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ പോകുന്നത്. ഏകദേശം 294ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രീ സെയിലൂടെ മാത്രം സിനിമ 36 ലക്ഷം രൂപ നേടുകയും ചെയ്തു. ഇന്ന് മോർണിംഗ് ആയപ്പോൾ അത് 50 ലക്ഷം രൂപയും കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 23,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര മികച്ച ഒരു കാര്യം തന്നെയാണ്. എല്ലാ തിയേറ്ററുകളിലും അടിച്ചു പൊളിച്ച് തന്നെയാണ് ആരാധകർ ഈ ഒരു സിനിമയെ ഏറ്റിരിക്കുന്നത് അല്ലെങ്കിൽ എതിരേറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു റിലീസ്, ഭയങ്കരമായിട്ടുള്ള വലിയ വലിയ വിജയങ്ങളുണ്ടായിരുന്ന മോഹൻലാൽ വർഷമാണ് ഈ ഒരു 2025. അവിടെ ഒരു റീ റിലീസിൻ്റെ പ്രസക്തി എന്ത് എന്ന് എല്ലാവർക്കും തോന്നാമെങ്കിൽ അത് റീ റിലീസെന്നോ ഒന്നുമില്ല. അതാണ് മോഹൻലാൽ ഫാൻ പവർ എന്ന് തന്നെ പറയുന്നത്. അത്രത്തോളം ആർമാദിക്കുകയാണ്. ഒരു സിനിമ എത്തിക്കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്ത് വിടുകയാണ്. ചുമ്മാ ഒരു സിനിമ കണ്ടു പോവുകയല്ല. അവർ തിയേറ്ററിൽ ആർമാദിച്ച് അഴിഞ്ഞാടി നിൽക്കുന്ന കാഴ്ച തന്നെയാണ്. അതിനുവേണ്ടി അവർ ആഘോഷ രാവുകൾ ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഓരോ സിനിമയ്ക്കും വേണ്ടത്. അത് കാണിക്കുന്നത് മോഹൻലാൽ ഫാൻസാണ്. അവരുടെ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഫാൻഷിപ്പ് നമ്മൾ അതിനകത്തിൽ വേറെ എങ്ങും കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു തിയേറ്ററിൽ ഒരു റീ റിലീസ് ചിത്രം വരുമ്പോൾ ഇത്ര ഗംഭീരമാകണമെങ്കിൽ അത് ഒരു തിയേറ്ററിലല്ല, എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ ചെയ്യണമെങ്കിൽ അത് ഒരു സംഭവം തന്നെയാണ്. എടുത്തു പറഞ്ഞു തന്നെ പറ്റുള്ളൂ. ഇന്ന് സിനിമ ആദ്യ ദിനത്തിൽ കളക്ട് ചെയ്യാൻ പോകുന്നത് 1 കോടിക്ക് മുകളിലായിരിക്കും. ഒരു റീ റിലീസ് സിനിമയുടെ മാക്സിമം കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഇവിടെ നമുക്ക് കാണാറുണ്ട് 5 കോടി വരെയൊക്കെയാണ്. പക്ഷേ ആദ്യ ദിനം തന്നെ 1 കോടിക്ക് മുകളിൽ തൂക്കണമെങ്കിൽ അതൊരു റിലീസ് ചിത്രങ്ങൾക്കാലും മുകളിലാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കുക. അതുതന്നെയാണ് രാവണപ്രഭു ഇവിടെ നൽകുന്നത്. മികച്ച രീതിയിലുള്ള ഒരു എൻ്റർടൈനർ തന്നെയാണ് രാവണപ്രഭു. വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ 24 വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ആ ഒരു ചിത്രം ഇന്ന് മലയാളികളെ വീണ്ടും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഈ സിനിമ കാണുന്നതും അല്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളെയും ഞെട്ടിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം അത്ര എനർജറ്റിക് ആയിട്ടാണ്, അത്ര ഗംഭീരമായിട്ടുള്ള ഒരു മാസ് എലിമെൻറ്റോട് കൂടി വന്ന ഒരു ചിത്രം തന്നെയാണ്. ഇതേപോലെ ഒരുപാട് ചിത്രങ്ങൾ 90, 2010 എന്ന് നമുക്കറിയാം. ഈ ഒരു മലയാള സിനിമയുടെ പൊട്ടൻഷ്യൽ പുറത്തുള്ളവരും അറിയുകയാണ്. കാരണം ഇതൊരു റീ റിലീസായിട്ട് വന്നതുകൊണ്ട് ആളുകൾ എത്ര ക്വാളിറ്റി ആയിട്ട് തന്നെ ആണ് ഈ സംഭവം ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് ആണ്, 7:30യോടെയാണ് സിനിമയുടെ ഷോകൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് റെഗുലർ ഷോസ് തന്നെ കാണാൻ കഴിയുന്നു. ഇനിയും ഷോസുകൾ കൂടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നമുക്ക് തോന്നുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്ത്. പലർക്കും പല സിനിമകൾ ഇറങ്ങുമ്പോൾ അവരവരുടെ ഏരിയയിൽ കാണാൻ കഴിയാറില്ല. പക്ഷേ ഇവിടെ 1-2 ഷോയൊക്കെ വെച്ചിട്ടാണ്, നമുക്കറിയാം റീ റിലീസ് ചിത്രങ്ങൾക്കൊക്കെ അങ്ങനെയാണ്. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം എത്തിച്ചിട്ടുണ്ട് ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുമുള്ളത്. എന്നാലും തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. തിയേറ്ററുകൾ ഇപ്പോൾ തൃശ്ശൂർ രാഗമെടുത്താലും എറണാകുളം കവിത എടുത്താലുമൊക്കെ ആരാധകർ അത് ആഘോഷ രാവുകളാക്കുകയാണ്. ഇന്നലെ എറണാകുളം കവിതയിൽ വൈകുന്നേരം ഷോ ഉണ്ടായിരുന്നു. അതൊരു മികച്ച രീതിയിലുള്ള ഷോയും ആളുകൾ അത് ഒരു രസകരമായി അവരുടെ ഒരു കൂടിച്ചേരൽ അതിഗംഭീരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുമായിരുന്നു. അതിലെ പാട്ടും കാര്യങ്ങളും ഒപ്പം ചുവട് വെച്ച് ആരാധകർ അഴിഞ്ഞാടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണേലും ഈ സിനിമ രാവണപ്രഭു അടുത്ത സൂപ്പർ ഹിറ്റിലേക്ക് കിടക്കുകയാണ്. റീ റിലീസ് ചിത്രങ്ങളിൽ അടുത്ത സൂപ്പർ ഹിറ്റ് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഈ സിനിമ കാണുന്നവരാണെങ്കിൽ കണ്ടവരാണെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്നാണ്, ഏത് തിയേറ്ററിലാണ്, ഏത് ഷോയാണ്, അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പങ്കുവെക്കാം. ഗ്രീൻ മീഡിയാസ്.